നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മണി ബ്ലോക്സിനെ പറ്റിയാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുഞ്ഞുനാളിലേ നമുക്ക് കിട്ടിയ ചില ലിമിറ്റിംഗ് ബിലീഫ്സ് ഇങ്ങനെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് മണി ബ്ലോക്സ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. ലിമിറ്റിംഗ് ബിലീഫ്സിനകത്ത് വരുന്നത് പണം കിട്ടാൻ ഭയങ്കര പാടാണ്, പണം നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല, പണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടി. ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞുനാളിലെ ആരെങ്കിലും പറഞ്ഞു തന്ന ലിമിറ്റിംഗ് ബിലീഫ്സ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് മണി ബ്ലോക്സ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ആദ്യം പണത്തിൻ്റെ ലിമിറ്റിംഗ് ബിലീഫ്സ് മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മുടെ മൈൻഡ് നമ്മൾ റീപ്രോഗ്രാമിങ് ചെയ്താൽ നമുക്ക് പണത്തിൻ്റെ ലിമിറ്റിംഗ് ബിലീഫ്സൊക്കെ മാറ്റാൻ പറ്റും. കുറച്ച് ലിമിറ്റിംഗ് ബിലീഫ്സ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അത് നമ്മുടെ ഇന്നർ ചൈൽഡിൽ, നമ്മുടെ കുഞ്ഞുനാളിലെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അതെന്ന് പറഞ്ഞാൽ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിലൂടെ ആ ലിമിറ്റിംഗ് ബിലീഫ്സൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ പണത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ, പണത്തെക്കുറിച്ച് എപ്പോൾ ആലോചിച്ചാലും മനസ്സിലൊരു സന്തോഷം, ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷം നമ്മുടെ ഉള്ളിൽ വരണം. പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പണത്തെക്കുറിച്ച് നമ്മൾ ഡെയിലി കേൾക്കണം. അങ്ങനെ കേൾക്കുമ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയുകയും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഉയർച്ച നമുക്ക് ലൈഫിൽ ഉണ്ടാവുകയും ചെയ്യും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി പണത്തെക്കുറിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള കുറച്ച് അഫർമേഷൻസ് പറഞ്ഞു തരാം. നിങ്ങൾ ജസ്റ്റ് കണ്ണടച്ചൊന്ന് കേട്ട് നോക്കൂ. ആദ്യം വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ട് വിഷ്വലൈസ് ചെയ്യും. നിങ്ങൾക്ക് ഇതേവരെ നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന കടബാധ്യതകൾ, ഇതേവരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കടബാധ്യതകളല്ല, ലോൺസ് ആയാലും പണയമായാലും എല്ലാം നിങ്ങൾ തീർക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയങ്കര ഇന്നർ പീസ് കിട്ടും. അങ്ങനെ നമ്മൾ ആ ഒരു സ്റ്റേജിൽ നമ്മൾ പണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് കടമൊക്കെ ഉണ്ട്, പക്ഷേ അത് നമ്മൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്തിട്ട് കടമില്ലാത്ത രീതിയിൽ നമ്മൾ ലൈഫിനെ കാണുക, പോസിറ്റീവായിട്ട് എടുക്കുക.